പഹൽഗാം ആക്രമണത്തെ വോട്ട് ബാങ്ക് ആക്കാനുള്ള റോബർട്ട് വധേരയുടെ മോഹത്തിന് പൂട്ടുവീണിരിക്കുകയാണ്. മോദിക്കുള്ള താക്കീതാണിത് എന്ന് പറഞ്ഞ റോബർട്ട് വധേരയെ ചെരുപ്പ് കൊണ്ടടിക്കാൻ കാത്തിരിക്കുകയാണ് പഹൽഗാം. ആക്രമണത്തിൽ ജീവൻ നഷ്ടമായവരുടെ കുടുംബങ്ങൾ അവർ വളരെയധികം അമർഷമാണ് റോബർട്ട് വധേരയുടെ പല പരാമർശങ്ങളോടും രേഖപ്പെടുത്തുന്നത്. ജമ്മു കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകര ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ കുടുംബങ്ങൾക്ക് കൈമാറി. കനത്ത വേദനയിലും അവർ പറയുന്നത് ഒരേ കാര്യം മാത്രം: ഭീകരർക്ക് തക്ക തിരിച്ചടി നൽകണം എന്നാണ് ഇന്ത്യയോട് അവർ ആവശ്യപ്പെടുന്നത്. കാൺപൂരിലെ ശുഭം ദ്വിവേദിയുടെ മൃതദേഹം ബുധനാഴ്ച രാത്രി ലക്നൌവിൽ എത്തിയിരുന്നു. മധ്യപ്രദേശിലെ സുനിൽ നഥാനിയലിന്റെ മൃതദേഹവും ഇൻഡോറിലെത്തി. അവിടെ മുഖ്യമന്ത്രി മോഹൻ യാദവ് അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചു. അതിനിടെ മോദിക്കുള്ള താക്കീതാണ് ഈ ഭീകര ആക്രമണം എന്ന് പ്രസ്താവിച്ച റോബർട്ട് വധേരയ്ക്കെതിരെ ശക്തമായ വിമർശനമാണ് ഉയരുന്നത്. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ അടിച്ചമർത്തപ്പെടുന്നു എന്ന് തോന്നിയതിനാലാണ് തീവ്രവാദികൾ ഹിന്ദുക്കളെ കൊന്നത് എന്നതായിരുന്നു റോബർട്ട് വധേര ബുധനാഴ്ച പറഞ്ഞത്. കോൺഗ്രസിന്റെ യഥാർത്ഥ സ്വഭാവം രാജ്യത്തിന് ഇതിനകം അറിയാം. അവരുടെ രാഷ്ട്രീയം എപ്പോഴും ഹിന്ദുക്കൾക്കെതിരാണ്. റോബർട്ട് വധേരയെ ചെരുപ്പ് കൊണ്ട് അടിക്കണമെന്ന് പോലും സോഷ്യൽ മീഡിയയിൽ ആവശ്യം വരുന്നുണ്ട്. റോബർട്ട് വധേരയുടെ ഈ പ്രസ്താവനയെക്കുറിച്ച് ഇൻഡോറിലെ ഇരയായ സുശീൽ നഥാനിയലിന്റെ സഹോദരൻ വികാസ് നഥാനിയൽ പറഞ്ഞത്: വധേരയുടെ പ്രസ്താവനയോട് ഞങ്ങൾ യോജിക്കുന്നില്ല. കാരണം ആക്രമണം നടന്നപ്പോൾ എന്റെ ഭാര്യ സഹോദരി കൂടെ ഉണ്ടായിരുന്നുവെന്നും തീവ്രവാദികൾ എന്റെ സഹോദരനോട് മുട്ടുകുത്തി കൽമ ചൊല്ലാൻ ആവശ്യപ്പെടുകയും അവന്റെ മതത്തെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തു എന്നാണ്. അവൻ ക്രിസ്ത്യാനിയാണെന്ന് അറിഞ്ഞപ്പോൾ അവർ അവനെ അവിടെ വെച്ച് കൊന്നു. കോൺഗ്രസ് പാർട്ടിയുടെയും മറ്റുള്ളവരുടെയും വാക്കുകളിൽ തങ്ങൾക്ക് വിശ്വാസമില്ല എന്നും കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ ഒരേ സ്വരത്തിൽ പറഞ്ഞു. ഞങ്ങൾക്ക് വിശ്വാസം മോദിജിയിലാണ്. അദ്ദേഹം ആ ഭീകരരുടെ തലയെടുക്കുമെന്ന് ഞങ്ങൾക്കറിയാം. പേരുകൾ ചോദിച്ചതിന് ശേഷമാണ് ആളുകളെ കൊന്നത്. കോൺഗ്രസ് എപ്പോഴും രാഷ്ട്രീയം കളിച്ചിട്ടുണ്ട് എന്നും അവരാണ് ഭീകരവാദം വളർത്തിയതെന്നും അവർ ആരോപിക്കുന്നു. അതേസമയം ജൂണിലെ തുറന്നുകൊടുക്കാവൂ എന്ന് സുരക്ഷാസേന സംസ്ഥാന സർക്കാർ നിർദ്ദേശം കൊടുത്തിരുന്ന ബൈസ്രാൻ വാലി സുരക്ഷാസേനയോ കേന്ദ്രത്തെയോ അറിയിക്കാതെ ഏപ്രിൽ 20 ടൂറിസ്റ്റുകൾക്ക് തുറന്നുകൊടുത്തത് കാശ്മീരിലെ പ്രാദേശിക ഭരണ നേതൃത്വമാണ്. അമിത്ഷാ വിളിച്ച യോഗത്തിൽ ഒമർ അബ്ദുള്ള മൗനം പാലിച്ചിരുന്നു. ഇവിടെ ടൂറിസ്റ്റുകൾ വന്ന വിവരം പാക് തീവ്രവാദികളെ അറിയിച്ച് ഹിന്ദു കൂട്ടക്കൊലയ്ക്ക് വഴിയൊരുക്കിയ പ്രദേശവാസികളായവർ ഇനി പുറം ലോകം കാണില്ല. കാശ്മീരിലെ പഹൽഗാമിൽ മതം ചോദിച്ച് പാകിസ്ഥാൻ തീവ്രവാദികൾ ഹിന്ദുക്കളെ കൊലപ്പെടുത്തിയതിനു ശേഷം എല്ലാ പാകിസ്ഥാനികളെയും 48 മണിക്കൂറിനുള്ളിൽ രാജ്യം വിടണമെന്ന് കേന്ദ്ര സർക്കാർ അന്ത്യശാസനം നൽകി. ഇപ്പോൾ ഇതിന്റെ ഫലവും ദൃശ്യമായി തുടങ്ങിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അട്ടാരി വാഗ അതിർത്തിയിലേക്ക് ധാരാളം പാകിസ്ഥാൻ പൗരന്മാർ എത്തിച്ചേരുന്നത് കാണാൻ സാധിക്കുമെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് വാഗ അതിർത്തിയിൽ തിരക്ക് അനുഭവപ്പെടുന്നു. കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവന പ്രകാരം ഇന്ത്യ മുൻപ് നൽകിയിരുന്ന എല്ലാ സാധുവായ വിസകളും ഏപ്രിൽ 27 മുതൽ അസാധുവായി പ്രഖ്യാപിച്ചു. എന്നാൽ പാകിസ്ഥാൻ പൗരന്മാർക്ക് നൽകുന്ന മെഡിക്കൽ വിസകൾ ഏപ്രിൽ 29 വരെ സാധുത ഉള്ളതാണ്. നിലവിൽ ഇന്ത്യയിലുള്ള എല്ലാ പാകിസ്ഥാൻ പൗരന്മാരും അവരുടെ വിസ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് രാജ്യം വിടണമെന്ന് മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്യരുതെന്ന് വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യൻ പൗരന്മാർക്ക് കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇതോടൊപ്പം നിലവിൽ പാകിസ്ഥാനിൽ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാരോട് അവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയുന്നത്ര വേഗം ഇന്ത്യയിലേക്ക് മടങ്ങാനും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതേസമയം വാഗ അതിർത്തി അടച്ചതിനു ശേഷം ഈ അതിർത്തിയിലൂടെ ഇന്ത്യയുടെ അഫ്ഗാനിസ്ഥാനുമായുള്ള വ്യാപാരം സാധ്യമാകുമോ എന്ന കാര്യത്തിലും സംശയം നിലനിൽക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമാസ്.